ആന കുത്താൻ വന്നാൽ എന്തു ചെയ്യും? വളഞ്ഞു തിരിഞ്ഞ് ഓടുമെന്നാണോ നിങ്ങളുടെ ഉത്തരം? ഇങ്ങനെ ചെറുപ്പം മുതൽ ആനകളുമായി ബന്ധപ്പെട്ട് കേട്ടതും മനസ്സിലാക്കിയതുമായ തെറ്റിദ്ധാരണകൾ തിരുത്തുകയാണ് വയനാട് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നടത്തുന്ന ആനകളെക്കുറിച്ചുള്ള പ്രത്യേക ക്ലാസ്സിലൂടെ. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ക്ലാസ് കേൾക്കാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. വിക്രമനെയും മുത്തുവിനെയും കുറിച്ച് കേട്ടിട്ടില്ലേ? നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ പിടികൂടാനെത്തുന്ന മുത്തങ്ങയിലെ കുങ്കിയാനകൾ. ഇങ്ങനെ കാട്ടാനകളെ കുങ്കിയാനകളാക്കി മാറ്റുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്താണ്? കാട്ടാനകളുടെയും നാട്ടാനകളുടെയും സ്വഭാവ സവിശേഷതകൾ എന്താണ്? ഇവയുടെ ഭക്ഷണ രീതി എന്താണ്? ഇങ്ങനെയുള്ള 100 കൂട്ടം സംശയങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് മുത്തങ്ങയിൽ ആനപ്പന്തിക്ക് സമീപം നടക്കുന്ന എലിഫന്റ് ക്ലാസ്. വെറുതെ ക്ലാസ് എടുക്കുകയല്ല, ആനകളെ മുമ്പിൽ നിർത്തിയാണ് ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നത്. ആനകളെ കാണുമ്പോഴാണ് നമുക്ക് ക്ലാസ്സിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാകുക. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ ഇൻഫർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല അന്ധവിശ്വാസങ്ങളും മറികടക്കുന്ന ഇവിടെ എത്തിയിട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുങ്കിയാൻ എന്താണ്, അല്ലെങ്കിൽ മതപ്പാട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടൊരു അവലോകനം ഇവിടെ നിന്നാണ് കിട്ടിയത്. കുട്ടികൾക്കും അത് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആണ്. അവർക്കൊരു ഇൻട്രസ്റ്റും തോന്നണം. നാളെ കൺസർവേഷനുള്ള കാര്യങ്ങളും ഇവരാണ് കണ്ടത്, നോക്കേണ്ടതും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവർക്ക് നല്ലൊരു ക്ലാസ്സും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. മുത്തങ്ങ സന്ദർശിക്കാനെത്തിയ സഞ്ചാരികളടക്കം നിരവധി പേരാണ് ക്ലാസ് കേൾക്കാനായി എത്തിയത്. മരത്തടി കൊണ്ടുള്ള ഇരിപ്പിടങ്ങളും ഇതിനായി സജ്ജീകരിച്ചു. ആനയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറിയെന്ന് ക്ലാസ് കേൾക്കാനെത്തിയവർ. നമ്മൾ ആനയെക്കുറിച്ച് ധരിക്കുന്നതായിരുന്നില്ല ഇവരുടെ അടുത്തുനിന്ന് വന്നത്. നമ്മൾ ആന ഒരു ഭീകരജീവിയെ പോലെയാണ് നമ്മൾ എപ്പോഴും കണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം ഞാൻ കരുതി ആനയെ മെരുക്കാൻ പണിയാന്നാണ്. പക്ഷെ ആന മെരുങ്ങൂല എന്നാണ് അവർ പറയുന്നത്. ആന അനുസരിക്കുകയുള്ളൂ, മെരുങ്ങി കിട്ടൂല. നമ്മൾ വിചാരിക്കും ആനനെ മെരുക്കിയെടുക്കുകയാണെന്നാണ് വിചാരിക്കുക. സാധാരണ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ആന മെരുങ്ങയല്ല, അനുസരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇനി ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യും? അതിനുള്ള ഉത്തരം ക്ലാസ് കേൾക്കാനെത്തിയവർ തന്നെ പറയും. നമ്മളിപ്പോൾ വളഞ്ഞിരിഞ്ഞ് ഓടിക്കുക ആന നമ്മളെ തീരുമാനമാക്കും. അത് മനസ്സിലായി. നമ്മൾ ആനയ്ക്ക് കാഴ്ച വളരെ പരിമിതമായ കാഴ്ചയാണെന്ന് അറിയാൻ പറ്റി. ഇവിടെ വന്ന് സാറിൻ്റെ ക്ലാസ് കൊണ്ട് മാക്സിമം 50 മീറ്റർ വരെ കാണാൻ പറ്റുമെന്നുള്ള അറിവ് ഞങ്ങൾക്ക് ഇന്നാണ് അറിയുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് ആനിലോടത്ത് പോകാതിരിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. സെക്കൻഡ്ലി നമ്മൾ രക്ഷപ്പെടാൻ ഇപ്പോൾ സാറ് പറഞ്ഞ രീതിയിൽ നമ്മൾ ഓടി അതിൻ്റെ കുറച്ച് ദൂരം ഓടിയിട്ട് അതിൻ്റെ കൺമരത്ത് മറയാനുള്ള ഇത് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 9:30-ക്കും വൈകിട്ട് 4:30-ക്കുമാണ് അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്. മുത്തങ്ങയിലെത്തുന്ന സഞ്ചാരികളാണ് പ്രധാനമായും ക്ലാസ് കേൾക്കാനെത്തുന്നത്. നിലവിൽ ഇപ്പം അത്യാവശ്യം ആൾക്കാർ വന്ന് താല്പര്യത്തോടെ വരുന്നുണ്ട്, കാണുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കുറച്ച് സക്സസ് ആണെന്നുള്ളൊരു തോന്നലാണ് നിലവിലുള്ളത്. ഇനിയും കൂടുതൽ ആൾക്കാർ വരട്ടെ, അതിന് എല്ലാവർക്കും അവസരം ഉണ്ട്. ആനകളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അത് ആനേനെ മുൻനിർത്തി ആനേനെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. കൂടാതെ ആനേൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നും ആനേനെ പരിചരിക്കുന്ന രീതി എങ്ങനെയാണെന്നും എല്ലാം ആനേനെ നേരിട്ട് മുൻനിർത്തി തന്നെ കാണിച്ചുകൊണ്ട് നമ്മൾ അവർക്കൊരു അവയർനെസ് ക്ലാസ് കൊടുക്കാനാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പദ്ധതി നടപ്പാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ മികച്ച പ്രതികരണമാണ് ക്ലാസുകൾക്ക് ലഭിക്കുന്നത്. കൂടുതൽ ആളുകൾ എത്തുന്നതിനാൽ ക്ലാസ് തുടരാനാണ് വനം വകുപ്പിന്റെയും തീരുമാനം. ക്യാമറമാൻ റിന്റുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.